പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 30ാമത്തെ ചാപ്റ്റർ ആണ്, ഓപ്ഷണൽ മോഡലിൽപ്പെട്ട ഭാഗമാണ്. 30ാമത്തെ ചാപ്റ്ററിൽപ്പെട്ട യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സുകൾക്കൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രമേ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്ന ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസർ, 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യമില്ല. ഇതൊരു ഓപ്ഷണൽ മൊഡ്യൂൾ ആയതുകൊണ്ട് സെക്ഷൻ എയിൽ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഗൈഡിൽ നോക്കി ഇംഗ്ലീഷിൽ വായിച്ച് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഗൈഡ് വെച്ചിട്ട് മലയാളം മീഡിയം വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഡിഫൈൻ ദി എവല്യൂഷൻ ഓഫ് UNO, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ ആണ്. എന്താണ് UNOയുടെ പരിണാമത്തെ കുറിച്ച് വിവരിക്കാനാണ്. ലീഗ് ഓഫ് നേഷൻസിന്റെ ചാരത്താണ് ഐക്യരാഷ്ട്രസഭ അടിത്തറ ഇടുന്നത്. യുദ്ധം ഒഴിവാക്കാനും സമാധാനം ഉറപ്പാക്കാനും ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ടപ്പോൾ സ്ഥിര സമാധാനത്തിന് വേണ്ടി യത്നിക്കാൻ ലോകമാകെയുള്ള ജനങ്ങൾ ആഗ്രഹിച്ചു. ഫ്രാങ്ക്ലിൻ DS റൂസ്വെൽറ്റ് ആണ് യുണൈറ്റഡ് നേഷൻസ്, അതായത് ഐക്യരാഷ്ട്രസഭ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ്, ഹൗ മെനി കൺട്രീസ് ഹാവ് ഒറിജിനൽ മെമ്പർഷിപ്പ് യുണൈറ്റഡ്? നിലവിൽ എത്ര രാജ്യങ്ങളാണ് UNOയിൽ അംഗത്തുള്ളത്? ആൻസർ 191 രാജ്യങ്ങൾ. മൂന്നാമത്തെ ചോദ്യമാണ്, വെൻ വാസ് UNO എസ്റ്റാബ്ലിഷ്ഡ്? UNO നിലവിൽ വന്നത് എന്നാണ്? ഇതൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1945 ഒക്ടോബർ 24, അന്ന് മുതൽ ഒക്ടോബർ 24 UN ദിനമായിട്ട് ആരംഭിച്ചു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 2 വർഷം മുമ്പെയാണ് UNO വന്നത്. അടുത്ത ചോദ്യം, നാലാമത്തെ, ഹു ഈസ് ദ പ്രസന്റ് സെക്രട്ടറി ജനറൽ ഓഫ് UN? ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. അടുത്ത അഞ്ചാമത്തെ, വിച്ച് ആർ ദ ഓർഗൻസ് ഓഫ് UNO? ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ ഏതൊക്കെ? പൊതുസഭ, രക്ഷാസമിതി, സാമൂഹ്യ സമിതി, ട്രസ്റ്റിഷിപ്പ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അതിൽ ഓരോന്നും നമുക്ക് ഇതിൽ വിവരിക്കാനുണ്ട്. അപ്പോൾ അത് ഓരോന്നും ഞാനിപ്പോൾ വായിക്കുകയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട ഒന്നാണ് പൊതുസഭ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ഉയർന്ന സമിതിയാണ് പൊതുസഭ. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും പൊതുസഭയിൽ അംഗമായിരിക്കുന്നതിനാൽ ഇതിനെ ലോകത്തിന്റെ യോഗം എന്ന് പറയുന്നുണ്ട്. ഓരോ അംഗരാഷ്ട്രത്തിനും പൊതുസഭയിലേക്ക് 5 അംഗങ്ങളെ വീതം അയക്കാം. എന്നാൽ ഓരോ രാഷ്ട്രത്തിനും ഓരോ വോട്ട് മാത്രമേ ഉള്ളൂ. ഇനി പൊതുസഭയുടെ അധികാരങ്ങളും ചുമതല എന്തൊക്കെയാണ്? ഒന്ന്, ഡെലിബറേറ്റീവ് ചുമതലകളാണ്. UN ചാർട്ടറിന് കീഴിൽ വരുന്നതോ ഐക്യരാഷ്ട്രസഭയുടെ ഏതെങ്കിലും ഘടകവുമായി ബന്ധപ്പെട്ടാണ് ഇത്. ഏത് വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനും വിവരങ്ങൾ അറിയാനും പൊതുസഭയ്ക്ക് അധികാരമുണ്ട്. അന്തർദേശീയ സമാധാനവും സുരക്ഷ ഉൾപ്പെടുന്ന ഏത് പ്രശ്നത്തിലേക്കും രക്ഷാസമിതിയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ സഭയ്ക്ക് കഴിയും. രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സൗഹൃദ ബന്ധത്തെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിക്കാനും നിർദ്ദേശങ്ങൾ വെക്കാനും പൊതുസഭക്കാവും. രണ്ടാമതാണ് മേൽനോട്ട ചുമതലയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും പൊതുസഭയ്ക്ക് അധികാരമുണ്ട്. 3 പറയുന്നത് സാമ്പത്തിക ചുമതലയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ചെലവുകൾ അംഗങ്ങൾക്കിടയിൽ വീതം വെക്കുക, ബഡ്ജറ്റിന് അംഗീകാരം നൽകുക എന്നിവയാണ് പൊതുസഭയുടെ സാമ്പത്തിക ചുമതല. 4, തെരഞ്ഞെടുപ്പ് ചുമതലയാണ്. പുതിയ അംഗങ്ങൾക്ക് പ്രവേശനം നൽകുക, നിലവിലുള്ള അംഗങ്ങളെ പുറത്താക്കുകയോ സസ്പെൻഡ് ചെയ്യുക എന്നിവ പൊതുസഭയുടെ അധികാരങ്ങൾ പെടുന്നു. രക്ഷാസമിതിയിലെ 10 അസ്ഥിരാംഗങ്ങളും ട്രസ്റ്റി സമിതിയിലെ 18 അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നു. രക്ഷാസമിതിയിലെ ശുപാർശ പ്രകാരം സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നു.
അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരെ രക്ഷാസമിതിയുടെ അംഗീകാരത്തോടെ നിയമിക്കും. ഇനി അടുത്ത അഞ്ചാമത്തെ ചുമതലയാണ് പൊതുസഭയുടെ ഭരണഘടനാ ചുമതല. ചാർട്ടറിൽ ഭേദഗതി വരുത്തൽ. പൊതുസഭക്ക് അധികാരം. ചാർട്ടറിന്റെ 109 അനുച്ഛേദം അനുസരിച്ച് ചാർട്ടർ പുനഃപരിശോധിക്കണമെന്ന് തോന്നിയാൽ രക്ഷാസമിതിയുടെ അംഗീകാരത്തോടെ ഒരു ജനറൽ കോൺഫറൻസ് വിളിച്ചുകൂട്ടാൻ പൊതുസഭക്ക് അധികാരമുണ്ട്. വിവിധ ചുമതലകൾ നിറവേറ്റാൻ പൊതുസഭ വിവിധ കമ്മിറ്റികൾക്കും ഉപസമിതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അഡ്ഹോക്ക് സമിതികൾക്കും പൊതുസഭ രൂപം നൽകുന്നുണ്ട്. ഇനി വോട്ടിംഗ് എങ്ങനെയാണെന്നുള്ളത്. അന്താരാഷ്ട്ര സുരക്ഷയുടെയും സമാധാനത്തിന്റെയും പ്രശ്നങ്ങൾ രക്ഷാസമിതിയുടെയും സാമൂഹിക സമിതിയുടെയും ട്രസ്റ്റിഷിപ്പ് സമിതിയുടെയും അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, അംഗരാഷ്ട്രങ്ങളെ പ്രവേശിപ്പിക്കൽ, പുറത്താക്കൽ, സസ്പെൻഷൻ, ട്രസ്റ്റിഷിപ്പ് പ്രശ്നങ്ങൾ, ബഡ്ജറ്റ് കാര്യങ്ങൾ എന്നിവയിൽ 3/2 ഭൂരിപക്ഷത്തോടെയാണ് പൊതുസഭ തീരുമാനമെടുക്കുക. ഹാജരാകുകയും വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 3/2 ഭാഗമാണ്. അടുത്താണ് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടാമത്തെ ഘടകമാണ് രക്ഷാസമിതി. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങളും ചുമതലകളും നിറവേറ്റാനുള്ള നിർവാഹക സമിതിയാണ് സെക്യൂരിറ്റി കൗൺസിൽ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതവും നിലനിർത്തുന്നതിന്റെ പ്രാഥമിക ചുമതല. തുടക്കത്തിൽ 5 സ്ഥിരാംഗങ്ങളുണ്ട്. അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്, ചൈന. 6 അസ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ 11 അംഗങ്ങളാണ് രക്ഷാസമിതി. 1965 അസ്ഥിരാംഗങ്ങളുടെ എണ്ണം 10 വർദ്ധിച്ചു. ഇങ്ങനെ ഇപ്പോഴത്തെ രക്ഷാസമിതിയുടെ അംഗസംഖ്യ 15 അസ്ഥിരാംഗങ്ങളെ 2 വർഷ കാലാവധിയിൽ പൊതുസഭയാണ് തെരഞ്ഞെടുക്കുന്നത്. രക്ഷാസമിതിയിലെ ഓരോ അംഗത്തിനും ഓരോ വോട്ടാണുള്ളത്. സാധാരണ കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾക്ക് ഏതെങ്കിലും 9 അംഗങ്ങളുടെ അനുകൂല വോട്ടും പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങൾക്കും 5 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ 9 അംഗങ്ങളുടെ അനുകൂല വോട്ടും ആവശ്യമാണ്. ഇനി അധികാരവും ചുമതലയാണ്. അന്താരാഷ്ട്ര സമാധാന സുരക്ഷ നിലനിർത്തുകയാണ് പ്രധാന ചുമതല. മറ്റ് ചുമതല എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റീവ് ചുമതല. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അന്വേഷണം നടത്താനും ശുപാർശ ചെയ്യാനും രക്ഷാസമിതിക്ക് അധികാരമുണ്ട്. സാധാരണഗതിയിൽ അംഗരാഷ്ട്രങ്ങൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവ സമാധാനപരമായി പരിഹരിക്കാൻ ആവശ്യപ്പെടുന്നു. സമാധാനപരമായി പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ രക്ഷാസമിതിക്ക് പ്രശ്നം ഏറ്റെടുക്കാം. അതനുസരിച്ച് രക്ഷാസമിതി നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. ആയുധ നിയന്ത്രണം സംബന്ധിച്ച സംവിധാനം ആസൂത്രണം ചെയ്യാനും രക്ഷാസമിതിക്ക് അധികാരമുണ്ട്. രണ്ടാമത്തെ നിർവാഹക ചുമതലകളാണ്. ഐക്യരാഷ്ട്രസഭയുടെ കാര്യനിർവഹണ വിഭാഗമാണ് എക്സിക്യൂട്ടീവ് ഓർഗൻസ്. രക്ഷാസമിതി അന്താരാഷ്ട്ര സമാധാനം ഉറപ്പെടുത്താൻ സായുധ സേനയുടെ പങ്കാളിത്തമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യ രക്ഷാസമിതി ശ്രമിക്കുന്നു. ഇതിനായി ഭാഗികമായ പൂർണ്ണമായ ഉള്ള സാമ്പത്തിക ഉപരോധം, കര, കടൽ, വായുമാർഗങ്ങളിലൂടെയും തപാൽ, റേഡിയോ എന്നിവയിലുള്ള വാർത്താവിനിമയം നിരോധിക്കൽ, നയതന്ത്ര വിച്ഛേദിക്കൽ എന്നീ നടപടികൾ സ്വീകരിക്കുന്നു. അതും പരാജയപ്പെട്ടാൽ കര, വായു, നാവിക സേനകൾ ഉപയോഗിച്ച് സമാധാനം നിലനിർത്താൻ രക്ഷാസമിതി നടപടിയെടുക്കുന്നു. UN ചാർട്ടറിന്റെ 43 അനുച്ഛേദം അനുസരിച്ച് ആഗോള സമാധാനത്തിന് ഭീഷണിയാവുന്ന പ്രശ്നങ്ങളെ നേരിടാൻ രക്ഷാസമിതി തീരുമാനിച്ചത് അതിനാവശ്യമായ സഹായവും സൈനിക സഹായം നൽകാൻ ഓരോ അംഗരാഷ്ട്രത്തിനും ബാധ്യതയുണ്ട്. സൈനിക സംബന്ധമായ കാര്യങ്ങളിൽ രക്ഷാസമിതിയെ സഹായിക്കാൻ ഒരു മിലിറ്ററി സ്റ്റാഫ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അടുത്താണ് തെരഞ്ഞെടുപ്പ് ചുമതല. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അംഗങ്ങൾക്ക് പ്രവേശനം നൽകുക, സെക്രട്ടറി ജനറലിനെ നിയമിക്കുക, ഐക്യരാഷ്ട്രസഭയ്ക്ക് പുതിയ ഘടകങ്ങൾ തുടങ്ങി എന്നീ കാര്യങ്ങൾ പൊതുസഭയ്ക്ക് ശുപാർശകൾ സമർപ്പിക്കുന്നതിന് രക്ഷാസമിതിയാണ്. മൂന്നാമത്തെയാണ് സെക്രട്ടേറിയറ്റ്. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന ഭരണ നിർവഹണ വിഭാഗമാണ് സെക്രട്ടേറിയറ്റ്. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഘടകങ്ങൾ രൂപം നൽകുന്ന നടപടികളും പദ്ധതികളും ഏകോപിച്ച് നടപ്പാക്കുന്ന സെക്രട്ടേറിയറ്റാണ്. ഐക്യരാഷ്ട്രസഭയുടെ മുഖ്യ ഭരണാധികാരിയായ സെക്രട്ടറി ജനറലാണ് സെക്രട്ടേറിയറ്റിന്റെ തലവൻ. അദ്ദേഹത്തെ കൂടാതെ അദ്ദേഹത്തെ സഹായിക്കുന്ന മറ്റ് ജീവനക്കാർ ഉൾപ്പെട്ടതാണ് സെക്രട്ടേറിയറ്റ്. സമാധാന സംരക്ഷണ ദൗത്യങ്ങളും ആഗോള വ്യാപ്തിയുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് കോൺഫറൻസുകൾ നടത്തുന്നതും ആഗോള സാമ്പത്തിക സാമൂഹ്യ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്നതിനും വികസന, നിരായുധീകരണം, മനുഷ്യാവകാശ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ പഠനം നടത്തുന്നതിനും മറ്റനേക കാര്യങ്ങളും സെക്രട്ടേറിയറ്റ് ഐക്യരാഷ്ട്രസഭയെ സഹായിക്കുന്നു. ഐക്യരാഷ്ട്രസഭയെ സംബന്ധിച്ച വിവരങ്ങൾ ആഗോള വാർത്താവിനിമയ മാധ്യമങ്ങൾക്ക് നൽകുക, രേഖകൾ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക എന്നിവയും സെക്രട്ടേറിയറ്റിന്റെ ധർമ്മമാണ്. 4 സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെയും അതിന്റെ പ്രത്യേക ഏജൻസികളുടെയും സാമ്പത്തിക സാമൂഹ്യ രംഗത്തെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന ഘടകമാണ് സാമ്പത്തിക സാമൂഹിക സമിതി. 54 അംഗങ്ങളിലൂടെയാണ് 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഓരോ വർഷം 18 അംഗങ്ങൾ വിരമിക്കുകയും പുതിയ 18 പേരെ പൊതുസഭ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ചുമതല എന്തൊക്കെയാണെന്നുള്ളത് വെച്ചാൽ പഠനങ്ങളും റിപ്പോർട്ടുകളും തയ്യാറാക്കണം. അന്തർദേശീയ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ വിഷയങ്ങളിലും മറ്റു കാര്യങ്ങളിലും പഠനം നടത്തുകയും റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്യേണ്ടത് സാമ്പത്തിക സാമൂഹിക സമിതിയുടെ കടമയാണെന്ന് UN ചാർട്ടർ വ്യക്തമാക്കുന്നു. 2 ചർച്ചകളും ശുപാർശകളും. അന്തർദേശീയ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ,
ആരോഗ്യ വിഷയങ്ങളിലും മറ്റു കാര്യങ്ങളും പൊതുസഭയ്ക്കും അംഗരാഷ്ട്രങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾക്കും ശുപാർശ സമർപ്പിക്കുക. 3 കരാറുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ കരാറുകളുടെ കരട് രൂപം തയ്യാറാക്കി അംഗീകാരത്തിനായി പൊതുസഭയിൽ സമർപ്പിക്കുക. 4 ശ്രദ്ധ ക്ഷണിക്കലാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ സ്വന്തം നിലക്കോ പൊതുസഭയുടെ നിർദ്ദേശപ്രകാരമോ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുക. 5 പ്രത്യേക ഏജൻസികളുടെ പ്രവർത്തനം ഏകോപിക്കലാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളുടെ പ്രവർത്തനം ഏകോപിക്കൽ സമിതിയുടെ ചുമതലയാണ്. പ്രത്യേക ഏജൻസികളുടെ പ്രവർത്തന മേഖലയിൽ പരസ്പരം ബന്ധപ്പെട്ടതായാൽ ഏകോപനം അത്യാവശ്യമാണ്. ഇനി 5ാമത്തെ ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് സമിതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ 5ാമത്തെ സമിതിയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റ് പ്രദേശങ്ങൾ ഭരിക്കുന്ന അംഗരാഷ്ട്രങ്ങളും ട്രസ്റ്റ് ഭരണ ചുമതലയില്ലാത്ത രാഷ്ട്രസമിതിയിലെ സ്ഥിരാംഗങ്ങളും പൊതുസഭ 3 വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്ന അംഗരാഷ്ട്രങ്ങൾ അടങ്ങുന്ന ഒരു ട്രസ്റ്റിഷിപ്പ് സമിതി രൂപീകരിക്കണമെന്ന് UN ചാർട്ടറിന്റെ 86ാം അനുച്ഛേദ വ്യവസ്ഥയിലുണ്ട്. ട്രസ്റ്റ് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സാമ്പത്തിക, സാമൂഹ്യ, വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, ട്രസ്റ്റ് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സ്വയംഭരണത്തിന് പ്രാപ്തരാക്കുക എന്നിവയാണ് സമിതിയിലെ ധർമ്മങ്ങൾ. ട്രസ്റ്റ് പ്രദേശങ്ങളുടെ ഭരണ ചുമതലയുള്ള അംഗരാഷ്ട്രങ്ങൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുക, ട്രസ്റ്റ് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പരാതികൾ പരിശോധിക്കുക, കാലാകാലങ്ങളിൽ ട്രസ്റ്റ് പ്രദേശങ്ങൾ സന്ദർശിക്കുക, ട്രസ്റ്റിഷിപ്പ് കരാർ അനുസരിച്ചുള്ള മറ്റ് നടപടികൾ കൈക്കൊള്ളുക എന്നിവയാണ് സമിതിയുടെ മറ്റ് ചുമതലകൾ. ട്രസ്റ്റിഷിപ്പ് സംവിധാനത്തിന് കീഴിലുണ്ടായിരുന്ന 11 പ്രദേശങ്ങളിൽ 10 സ്വാതന്ത്ര്യം പ്രാപിക്കുകയോ മറ്റു രാജ്യങ്ങളുമായി ചേരുകയോ ചെയ്തു. ആഫ്രിക്കയിലും പസഫിക് മേഖലയിലുമാണ് ഈ പ്രദേശങ്ങൾ മിക്കതും. ഇപ്പോൾ പസഫിക് ദ്വീപുകൾ മാത്രമാണ് ട്രസ്റ്റിഷിപ്പ് സമിതിക്ക് കീഴിലുള്ളത്. 6ാമത്തേത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. ഹേഗ് ആസ്ഥാനമുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ഐക്യരാഷ്ട്രസഭയിലെ അംഗരാഷ്ട്രങ്ങളെല്ലാം ഇതിന്റെ പ്രവർത്തന പരിധിയിൽ വരും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 15 സ്വതന്ത്ര ജഡ്ജിമാരാണ് ഇതിലുള്ളത്. ദേശീയ അന്തർദേശീയ സംഘടനകളുമായി ചർച്ച നടത്തി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരിൽ നിന്ന് പൊതുസഭയിൽ രക്ഷാസമിതി ചേർത്താണ് ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നത്. 15 ജഡ്ജിമാരിൽ ഒന്നിലേറെ പേർ ഒരേ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്ന വ്യവസ്ഥയുണ്ട്. 9 വർഷ കാലാവധിയാണ് ജഡ്ജിമാർക്കുള്ളത്. ഇവരെ വീണ്ടും തെരഞ്ഞെടുക്കുന്നതിൽ തടസ്സമില്ല. നെതർലാൻഡിൽ ഹേഗാണ് കോടതിയുടെ ആസ്ഥാനമെങ്കിലും കോടതിക്ക് യുക്തമെന്ന് തോന്നുന്ന ഏത് സ്ഥലത്തും സമ്മേളിക്കാനും കേസ് കേൾക്കാനും കഴിയും. കരാറുകളുടെ വ്യാഖ്യാനം, അന്താരാഷ്ട്ര നിയമപാലനം എന്നിങ്ങനെ അംഗരാഷ്ട്രങ്ങൾ സമർപ്പിക്കുന്ന നിയമപരമായ തർക്കങ്ങൾക്ക് കോടതി പരിഹാരം കാണുന്നു. തർക്കരാഷ്ട്രങ്ങൾ കോടതിക്ക് വിഷയം കൈമാറിയാൽ കോടതി വിധി സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. പൊതുസഭ, രക്ഷാസമിതി, ഐക്യരാഷ്ട്രസഭയുടെ മറ്റു ഘടകങ്ങൾ, പ്രത്യേക ഏജൻസി എന്നിവ ആവശ്യപ്പെടുന്ന പക്ഷം നിയമോപദേശം നൽകുന്നതും അന്താരാഷ്ട്ര കോടതിയുടെ ചുമതലയാണ്. ഇനി അടുത്ത ചോദ്യമാണ്, ഡിഫൈൻ ദ നെയിം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് UN ഭരണഘടന അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ചാർട്ടറാണ്. അടുത്ത ചോദ്യം, ഹൗ മെനി ആർട്ടിക്കിൾ ആർ UN ചാർട്ടർ? UN ഭരണഘടനമായ ചാർട്ടർ എത്ര വകുപ്പുകളുണ്ട്? 111. അടുത്ത, വെൻ വാസ് UN ചാർട്ടർ എസ്റ്റാബ്ലിഷ്ഡ്? UN ചാർട്ടർ എന്നാണ് വന്നത്? 1945 ഒക്ടോബർ 24. അടുത്തത്, ഹൗ മെനി മെമ്പേഴ്സ് ഇൻ സെക്യൂരിറ്റി കൗൺസിൽ? രക്ഷാസമിതിയിൽ എത്ര അംഗങ്ങളുണ്ട്? 15. ആ 15-ൽ 5 സ്ഥിരാംഗങ്ങളും 10 താൽക്കാലികങ്ങളും. അടുത്ത, വിച്ച് ഡേ എവരി ഇയർ ഒബ്സർവ്ഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ? ആഗോളതലത്തിൽ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഡിസംബർ 10. അടുത്ത, വേർ വാസ് ദ UN ചാർട്ടർ സൈൻഡ്? UN ചാർട്ടർ എവിടെയാണ് ഒപ്പുവെച്ചത്? സാൻ ഫ്രാൻസിസ്കോ. അടുത്ത, ജനറൽ അസംബ്ലി ഹാസ് മെനി ഇമ്പോർട്ടന്റ് ഡിക്ലറേഷൻ ഇൻ കേസ് ഓഫ് ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഇൻ പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് അതർ മാറ്റർ വിച്ച് ദേ? അന്തർദേശീയ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക കാര്യങ്ങളിൽ ജനറൽ അസംബ്ലി പല പ്രധാന പ്രഖ്യാപനം നടത്തുന്നവ ഏതൊക്കെയാണ്? ഒന്ന്, അന്താരാഷ്ട്ര ദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1945. 2, ഡിക്ലറേഷൻ ഓഫ് ഡീകൊളോണൈസേഷൻ, കോളനി വിട്ടുപോകൽ 1960. 3, ഡിക്ലറേഷൻ ഓഫ് ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ, അന്തർദേശീയ പൊതു സാമ്പത്തിക ക്രമപ്രഖ്യാപനം 1974. 4, ഡിക്ലറേഷൻ റൈറ്റ്സ് ഓൺ ദി ചൈൽഡ് ഡേ, അന്തർദേശീയ തീവ്രവാദത്തിനുള്ള പ്രഖ്യാപനം 89. 5, ഡിക്ലറേഷൻ ഇന്റർനാഷണൽ ടെററിസം, കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം. അടുത്ത, ഹൗ മെനി പേഴ്സൺ ഹാവ് സർവ്ഡ് ആസ് സെക്രട്ടറി ജനറൽ ഇൻ ദി ജനറൽ അസംബ്ലി? ജനറൽ അസംബ്ലി എത്ര സെക്രട്ടറി ജനറൽമാരാണ് നിലവിൽ വന്നത്? ഇലക്ട്രിക് ഗോളി ഉണ്ട്, ഡാൻ ഹാർഷോർബ് ഉണ്ട്, യൂത്ത് ആണ് ഉണ്ട്, കോൾട്ട് വാണ്ടി ഉണ്ട്, GVN പെരസ്ക്വയർ ഉണ്ട്. ലാസ്റ്റ് വന്നാണ് അന്റോണിയോ ഗുട്ടറസ്. അടുത്ത ചോദ്യമാണ്,
എക്സ്പ്ലെയിൻ ദി വീറ്റോ പവർ ടു ദി പെർമനന്റ് മെമ്പർ ഇൻ ദി UN സെക്യൂരിറ്റി കൗൺസിൽ ആണ്. UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗങ്ങൾ വീറ്റോ അധികാരം അനുവദിക്കുന്നതിനെ പറ്റി വിശദീകരിക്കും. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ സ്ഥിരാംഗങ്ങൾക്കുള്ള സ്പെഷ്യൽ അധികാരമാണ് വീറ്റോ അധികാരം. UNOയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വോട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. ഓരോ അംഗത്തിനും ഒരു വോട്ട് എന്നാൽ സ്ഥിരാംഗങ്ങൾക്ക് തീരുമാനങ്ങൾക്കെതിരായി നെഗറ്റീവ് വോട്ട് ചെയ്യാം. അപ്പോൾ മറ്റെല്ലാ അംഗങ്ങളും ചേർന്നെടുത്ത തീരുമാനമായാലും അത് ഈ നെഗറ്റീവ് വോട്ട് മൂലം തടയാൻ പറ്റും. ഈ നെഗറ്റീവ് വോട്ട് വീറ്റോ എന്നറിയപ്പെടും. വീറ്റോ സമ്പ്രദായം നിർത്താനോ പരിഷ്കരിക്കാനോ നീക്കമുണ്ട്. പക്ഷേ സ്ഥിരാംഗങ്ങൾ ഈ പരിഷ്കാരത്തിന് സമ്മതം നൽകുന്നില്ല. മാത്രമല്ല ലോകം അത്തരമൊരു തീരുമാനത്തിന് ആഗ്രഹിക്കുന്നില്ല. വീറ്റോ അധികാരം ഇല്ലെങ്കിൽ വൻ ശക്തികൾക്ക് UNOയിൽ താല്പര്യമില്ലാതെയും UNOയുടെ പുറത്ത് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുകയും ചെയ്യാം. അത് UNOയ്ക്ക് ദോഷകരം ചെയ്യുമെന്നതാണ്. അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി നീഡ് ഫോർ റീസ്ട്രക്ചറിംഗ് ദി യുണൈറ്റഡ് നാഷൻ. UNOയുടെ UNOയിൽ പരിഷ്കാരങ്ങളുടെ ആവശ്യമുണ്ടോ? എന്തെല്ലാം ആവിഷ്കാരങ്ങളുണ്ട്? അടുത്ത കാലത്ത് UNOയിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. 2 മേഖലയിലാണ് പരിഷ്കാരം ആവശ്യപ്പെടുന്നത്. ഒന്ന് സംഘടനയുടെ ഘടനയിലും പ്രവർത്തനത്തിലും, 2 സംഘടനയുടെ പരിധിയിൽ വരുന്ന പുനരവലോകനം. സെക്യൂരിറ്റി കൗൺസിലിന്റെ ഘടനയിലും പ്രവർത്തനങ്ങളിലും പരിഷ്കാരങ്ങൾ വരുത്തണമെന്നാണ് ഒരു വലിയ ആവശ്യം. സെക്യൂരിറ്റി കൗൺസിലിന്റെ സ്ഥിരവും അല്ലാത്തതുമായ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ സമകാലിക രാഷ്ട്രീയ ചുറ്റുപാടുകൾ അവയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ പ്രതിഫലിക്കുകയും ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നിവയുടെ അംഗങ്ങളെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി ഡെവലപ്മെന്റ് ത്രൂ വിച്ച് UN വാസ് ഫോംഡ്. എന്തെല്ലാം നടപടികളിലൂടെയാണ് UN രൂപം കൊണ്ടത്? 2ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കെ 1942 ജനുവരി 1-ന് 26 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് അച്ചുതണ്ട് ശക്തികൾക്കെതിരെ തുടർന്നും പൊരുത്തണമെന്ന് പ്രതിജ്ഞ എടുത്ത വേളയിൽ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപനത്തിലാണ് ആ പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. 1943 നവംബർ 1-ന് മോസ്കോ പ്രഖ്യാപനം ഒരു അന്താരാഷ്ട്ര സംഘടന സ്ഥാപിക്കാൻ തീരുമാനിച്ചതാണ് ഐക്യരാഷ്ട്രസഭ പിറവിയെടുക്കാൻ നയിച്ചത്. മോസ്കോ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പ്രതിനിധികൾ 1944 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വാഷിംഗ്ടണിൽ വീണ്ടും യോഗം ചേർന്നു. ഈ ചർച്ചയെ ഡെംബോട്ടർ ഓക്സ് സംഭാഷണം എന്ന് വിളിക്കുന്നുണ്ട്. 1944 ഒക്ടോബർ 7-ന് ഐക്യരാഷ്ട്രസഭയുടെ രൂപരേഖ തയ്യാറായി. ഈ രൂപരേഖ 1945 ഫെബ്രുവരിയിലെ യാൾട്ട കോൺഫറൻസിൽ വീണ്ടും ചർച്ച ചെയ്തു. ഈ ചർച്ചയിൽ ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരായിരുന്ന ചർച്ചിലും റൂസ്വെൽറ്റും സ്റ്റാലിനും പങ്കെടുത്തു. അവസാനമായി 1945 ജൂൺ 26-ന് സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസിൽ വെച്ച് 51 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കാനുള്ള കരട് രേഖയിൽ ഒപ്പുവെച്ചു. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭയുടെ ഭരണഘടനമായ UN ചാർട്ടർ നിലവിൽ വന്നു. അന്ന് മുതൽ ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭാ ദിനമായി ആചരിച്ചു വരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരാസ്ഥാനം ന്യൂയോർക്കാണ്. അടുത്ത ചോദ്യമാണ് ഡിസ്കസ് ദി പർപ്പസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് UN ചാർട്ടർ. UN ചാർട്ടറിന്റെ ലക്ഷ്യങ്ങളും തത്വങ്ങളും എന്തൊക്കെയാണ്? UN ചാർട്ടറിന്റെ ആമുഖത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ: 1. വരും തലമുറകളെ യുദ്ധക്കെടുതിനെ രക്ഷിക്കുക. 2. മൗലികാവകാശങ്ങളിലും വ്യക്തികളുടെ അന്തസ്സിലും സ്ത്രീ പുരുഷ സമത്വത്തിലും വലിപ്പ ചെറുപ്പമില്ലാതെ രാഷ്ട്രങ്ങളുടെ സമത്വത്തിലും വിശ്വാസം പ്രഖ്യാപിക്കുക. 3. അന്താരാഷ്ട്ര നിയമങ്ങളും കരാറുകളും മൂലമുള്ള ബാധ്യതകൾ നിറവേറ്റാനും നീതി നിലനിർത്താനും ആവശ്യമായ സാഹചര്യങ്ങൾ ഉറപ്പെടുത്തുക. 4. സാമൂഹ്യക്ഷേമം, ഉയർന്ന ജീവിത നിലവാരം, കൂടുതൽ സ്വാതന്ത്ര്യം എന്നിവയ്ക്കായി യത്നിക്കുക. അടുത്ത ചോദ്യമാണ് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇനീഷ്യേറ്റീവ് ഓഫ് UN. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശങ്ങളും തത്വങ്ങളും എന്തൊക്കെയാണ്? UN ചാർട്ടറിന്റെ 1ാമത്തെ അനുച്ഛേദം ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശങ്ങളാണ്. 1. അന്താരാഷ്ട്ര സമാധാന സുരക്ഷിതത്വം നിലനിർത്തുക. 2. രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. 3. സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരികവും ആശയപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അന്തർദേശീയ സഹകരണം നേടിയെടുക്കുക. 4. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വിവിധ രാഷ്ട്രങ്ങളുടെ ശ്രമങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുക. മേൽപ്പറഞ്ഞ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാൻ ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഐക്യരാഷ്ട്രസഭ പ്രവർത്തിക്കുക. ചാർട്ടറിന്റെ 2ാം അനുച്ഛേദത്തിൽ താഴെ പറയുന്ന തത്വങ്ങൾ പറയുന്നു: 1. എല്ലാ അംഗരാഷ്ട്രങ്ങളുടെയും പരമാധികാര സമത്വം സംഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കും. 2. അംഗരാഷ്ട്രങ്ങൾ UN ചാർട്ടറിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഉത്തമവിശ്വാസത്തോടെ നിറവേറ്റണം. 3. അംഗരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അന്തർദേശീയ തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കണം. 4. അന്തർദേശീയ ബന്ധങ്ങളിൽ ബലപ്രയോഗവും പ്രയോഗ ഭീഷണിയും ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. 5. ചാർട്ടർ പ്രകാരം ഐക്യരാഷ്ട്രസഭ കൈക്കൊള്ളുന്ന നടപടികൾക്ക് അംഗരാഷ്ട്രങ്ങൾ എല്ലാ സഹായവും നൽകണം. ഏതെങ്കിലും രാഷ്ട്രത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ ഉപരോധ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ സഹായിക്കുന്നതിന് വിട്ടുനിൽക്കണം. 6. അംഗങ്ങളല്ലാത്ത രാഷ്ട്രങ്ങളും ഈ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ ഉറപ്പുവരുത്തണം. 7. പൂർണ്ണമായും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ സംഘടന ഇടപെടരുത്.
അടുത്ത ചോദ്യമാണ് വിച്ച് ആർ ദ അച്ചീവ്മെന്റ് ഓഫ് UN നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഐക്യരാഷ്ട്രസഭ രൂപവൽക്കരിക്കപ്പെട്ടത് മുതൽ അനേകം അന്തർദേശീയ സമാധാന ബൗദ്ധ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. അന്താരാഷ്ട്ര സമാധാന സുരക്ഷ ഉറപ്പാക്കൽ രക്ഷാസമ്മേളന പ്രഥമ കർത്തവ്യമാണ്. ഈ കടമ നിറവേറ്റാൻ ചർച്ചകൾ, മധ്യസ്ഥ സംഭാഷണങ്ങൾ, സൈനിക നിരീക്ഷകരെ ഏർപ്പെടുത്തൽ, സമാധാന സംരക്ഷണ സേന നിയോഗിക്കൽ എന്നിങ്ങനെ അനേകം മാർഗങ്ങൾ രക്ഷാസമിതി അവലംബിച്ചിട്ടുണ്ട്. തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനും അന്താരാഷ്ട്ര സമാധാനത്തിനായി സഹകരിക്കാനും പൊതുസഭ അനേകം പ്രമേയങ്ങൾ പാസാക്കുന്നു. തർക്കങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പൊതുവായ വികസനത്തിനും സൗഹാർദ്ദപരമായ സഹകരണത്തിനും സമാധാനപരമായ ബന്ധങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ 1950 പൊതുസഭ അംഗീകരിച്ച പ്രമേയം ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഈ ദിശയിൽ അനേകം പ്രഖ്യാപനങ്ങളും പ്രമേയങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1947 ശേഷം ഐക്യരാഷ്ട്രസഭ 36 സമാധാന സംരക്ഷണ ബൗദ്ധ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ റീസ്ട്രക്ചറിംഗ് ദി യുണൈറ്റഡ് നേഷൻ. UN പരിഷ്കാരങ്ങളുടെ ആവശ്യകതയുണ്ടോ എങ്കിൽ എന്തെല്ലാം? അടുത്ത കാലത്ത് UN മാറ്റം വരുത്തണമെന്ന ആവശ്യം വന്നിട്ടുണ്ട്. 2 മേഖലകളിലാണ് പരിഷ്കാരം ആവശ്യപ്പെടുന്നത്. ഒന്ന് സംഘടനയുടെ ഘടനയിലും പ്രവർത്തനത്തിലും, 2 സംഘടനയുടെ പരിധിയിൽ വരാവുന്ന പുനരവലോകനമാണ്. സെക്യൂരിറ്റി കൗൺസിലിന്റെ ഘടനയിലും പ്രവർത്തനത്തിലും പരിഷ്കാരങ്ങൾ വരുത്തണമെന്നാണ് ഒരു വലിയ ആവശ്യം. സെക്യൂരിറ്റി കൗൺസിലിന്റെ സ്ഥിരവും അല്ലാത്തവരുമായ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ആവശ്യം ഉയർന്നു. അങ്ങനെയാൽ സമകാലിക രാഷ്ട്രീയ ചുറ്റുപാടുകൾ അവയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ പ്രതിഫലിക്കും. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നിവയുടെ അംഗങ്ങളെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നുണ്ട്. UN ബഡ്ജറ്റിന്റെയും അതിന്റെ ഭരണത്തിന്റെയും കാര്യത്തിൽ പുരോഗതി വേണമെന്ന് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. UN അധികാര പരിധിയുടെ കാര്യത്തിൽ ചില പരിഷ്കാരം വേണമെന്ന് ചില വിദഗ്ധരും രാജ്യങ്ങളും പറയുന്നുണ്ട്. സമാധാനത്തിനും സുരക്ഷതയ്ക്കും UN കൂടുതൽ പങ്കുണ്ടായിരിക്കണമെന്നാണ് മറ്റൊരു അഭിപ്രായം. എന്നാൽ മറ്റുള്ളവർ പറയുന്നത് മാനുഷികപരമായ പ്രവർത്തനങ്ങൾ, ആരോഗ്യ, വിദ്യാഭ്യാസം, പരിസ്ഥിതി, ജല നിയന്ത്രണം, മനുഷ്യാവകാശം, സാമൂഹ്യനീതി മുതലായവ ആയിരിക്കണമെന്ന് UN കൂടുതൽ ശ്രദ്ധ പതിയേണ്ടത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എല്ലാ വിഷയത്തിന്റെയും മലയാളത്തിന്റെ ഗൈഡ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ ആവശ്യങ്ങൾക്ക് നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.